പരിശുദ്ധാത്മാവ് ചെയ്യുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പിന്നെ ആരാ? വ്യാജ വ്യാപാരമാണ് പറയാൻ. എന്താ ഇത്ര വലിയ തന്റെ ഇടക്കുറവ്? ആരെയാ പേടിക്കുന്നത്? പറഞ്ഞോ. പിശാച്, വ്യാജ വ്യാപാരങ്ങൾ, വേഷം കിട്ടിയത്. ആളും കൂട്ടവും കണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. അപ്പോൾ ന്യായമായ ഒരു സംശയം ചോദിക്കും. പരിശുദ്ധാത്മാവിന് എങ്ങനെയും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? എന്തോ പറയുന്നു? സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ പ്രവർത്തിക്കുന്നില്ല. എന്തോ പുസ്തകം എടുത്താൽ 89 സങ്കീർത്തനം 34 വാക്യം. ഇവിടെ ഒന്ന് വായിച്ചു വായിക്കേ. ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. താങ്ക് യു. ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയില്ല, എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയില്ല. എന്റെ ദൈവം ഒന്ന് പറഞ്ഞ് ചൊന്ന് ചെയ്യുകയില്ല. ദൈവം വിശ്വസ്തനാണ്. യഹൂദന്മാർ എപ്പോഴും പറഞ്ഞൊരു പ്രയോഗമായിരുന്നു, ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. ദൈവം ആരോടാ വിശ്വസ്തൻ? അതിനാ ദൈവം ആരോടാ വിശ്വസ്തൻ? തന്നോട് തന്നെ. അല്ല, ആരോടാ വിശ്വസ്തൻ? നമ്മളോട് വല്ലതും കടപ്പെട്ടിട്ടുണ്ടോ? പക്ഷെ കടപ്പെട്ടവനെ പോലെ അവിടുന്ന് അങ്ങ് പെരുമാറുക. നമ്മളോടൊന്ന് പറഞ്ഞേച്ച് ആ പറഞ്ഞതിനോട് തന്നെ വിശ്വസ്തനായിരിക്കുക. അതാ. അപ്പോൾ ദൈവം വിശ്വസ്തനാണെന്ന് പറഞ്ഞാൽ അവിടുന്ന് അവിടുത്തോട് തന്നെ വിശ്വസ്തനാണ്. അവിടുത്തോട് തന്നെ വിശ്വസ്തനാണ്. അവിടുത്തോട് തന്നെ വിശ്വസ്തനെങ്കിൽ അവിടുത്തെ തിരുവചനത്തിന് പുറത്ത് എന്റെ ദൈവം പോകയില്ല. അല്പം കൂടെ വിശദീകരിക്കാം. ഒന്ന് പറഞ്ഞേ പ്ലീസ്. പ്രിയപ്പെട്ടവരെ, അദൃശ്യ ദൈവത്തിന്റെ ദൃശ്യ വെളിപ്പാടാണ് യേശുക്രിസ്തു. അദൃശ്യ ദൈവത്തിന്റെ ദൃശ്യ വെളിപ്പാടാണ്. കാണപ്പെടാത്ത ദൈവത്തിന്റെ കാണത്തക്ക വെളിപ്പാട്. അതാ കർത്താവ് നമ്മൾ വായിച്ചല്ലോ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. സ്തോത്രം. യേശുക്രിസ്തു കാണത്തക്ക വെളിപ്പാടെങ്കിൽ വചനം കേൾക്കത്തക്ക വെളിപ്പാടാണ്. ഇത് ശ്രദ്ധിച്ചോണേ. യേശുക്രിസ്തു കാണത്തക്ക ദൈവ വെളിപ്പാടും വചനം കേൾക്കത്തക്ക ദൈവ വെളിപ്പാടാണ്. യോഹന്നാന്റെ സുവിശേഷം 1:1 മുതൽ വായിക്കുമ്പോൾ ആദിയിൽ വായിച്ച് യോഹന്നാൻ 1:1 മുതൽ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. അപ്പൊ നോക്കി, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 14 വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. 18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നന്ദി. ശ്രദ്ധിച്ചാട്ടെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടെയാണ്, വചനം ദൈവമായ വചനം ജഡത്തിൽ വെളിപ്പെട്ടവനാണ് യേശു. മീൻസ് കേൾക്കത്തക്ക വെളിപ്പാടായിരുന്നത് കാണത്തക്ക വെളിപ്പാടായവനാണ് മിശിഹ. അതുകൊണ്ടാണ് വചനത്തിൽ ദൈവത്തെക്കുറിച്ച് എന്തൊക്കെ വെളിപ്പാടുകളുണ്ടോ ആ മുഴുവൻ വെളിപ്പാടുകളും ആളത്വത്തിൽ മിശിഹായിൽ നമുക്ക് കാണാം. അപ്പോൾ യേശുക്രിസ്തു ദൈവത്തിന്റെ പൂർണ്ണ വെളിപ്പാടെങ്കിൽ വചനവും ദൈവത്തിന്റെ പൂർണ്ണ വെളിപ്പാടാ. മനസ്സിലായോ? വചനം
പൂർണ്ണ വെളിപ്പാടെങ്കിൽ വചനത്തിന് പുറത്ത് ദൈവം പ്രവർത്തിക്കുന്നില്ല. ഇതെല്ലാവരും ഓർക്കണം. ചാടി വളവില്ലാതെ ആണെന്ന് പറഞ്ഞ പോലായി. ദൈവം വചനത്തിന് പുറത്ത് പ്രവർത്തിക്കില്ല. ആരാണ്ടിങ്ങനെ പറഞ്ഞെന്ന് ചില സഹോദരങ്ങൾ വീട്ടിൽ വന്ന് എന്നോട് വിശദീകരണം ചോദിച്ചു. സോറി. ദൈവത്തെ വചനത്തിൽ തളച്ചിടുന്ന ഒരു കൂട്ടം പരീശന്മാരെന്ന്. ദൈവത്തെ വചനത്തിൽ തളച്ചിടുന്ന ഒരു കൂട്ടം. നമ്മളാരും ദൈവത്തെ വചനത്തിൽ തളച്ചിടണ്ട. വചനത്തിനകത്ത് നിൽക്കാൻ ദൈവത്തിന് പ്രസാദമായിരിക്കുന്നു. ദൈവത്തിന് വചനത്തിനകത്ത് നിൽക്കാൻ പ്രസാദമായിരിക്കുന്നു. ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ദൈവം വിശ്വസ്തനാണ്, തന്നോട് തന്നെ വിശ്വസ്തനാണ്. എൻ്റെ ദൈവത്തെ അവിശ്വസ്തനാക്കരുത്. അവിടുന്ന് വചനത്തിന് പുറത്തു പോവില്ല. അതുകൊണ്ടാണ് ആത്മാക്കളെ വിവേചിക്കാൻ നമ്മുടെ കൽപ്പനയുള്ളത്. 1 യോഹന്നാൻ 4:1 വായിച്ചു. 1 യോഹന്നാൻ 4:1. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യും. എങ്ങനെ ശോധന ചെയ്യുന്നത്? ശോധന ചെയ്യാൻ അളവുകളില്ല. അത് ഒക്കുവോ? നല്ല മിടുക്കൻ ലാബ് ടെക്നീഷ്യൻ. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. അതെ ബ്രദറെ, എനിക്ക് ഷുഗർ ഉണ്ടോ എന്നൊന്ന് നോക്കണം. ഒരിച്ചിരി ചോര എടുത്തു, ഷുഗർ ഉണ്ടോ എന്ന് നോക്കിയാട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയും, അയ്യോ എൻ്റെ പൊന്നു ഉപദേശി, നോക്കാം, കറക്റ്റ് ഞാൻ നോക്കി പറയാം, പക്ഷേ നോക്കാനുള്ള ഉപകരണങ്ങളൊക്കെ അങ്ങ് ലാബിലാണ്, അങ്ങോട്ട് പോകാമോ, നാളെ അങ്ങോട്ട് പോകുന്നേക്കാമോ. അപ്പോൾ പരിശോധന നടത്തണമെങ്കിൽ എന്താ വേണം? ഉപകരണങ്ങൾ വേണം. അളക്കണമെങ്കിൽ അളവുകോല് വേണം. ശോധന കഴിക്കണമെങ്കിൽ അതിനുള്ള ഉപകരണങ്ങൾ വേണം. ആത്മാക്കളെ ശോധന കഴിക്കണമെങ്കിൽ എന്നാ ഉപകരണം? ദൈവവചനം. ദൈവവചനം. വചനം കൊണ്ട് ശോധന കഴിക്കണം. വചനം പൂർണ്ണമാണ്. വചനത്തിനകത്തില്ലാത്തതുപോലെ പരിശുദ്ധാത്മാവ് പെരുമാറുകയില്ല. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയേച്ച് അത് വചനത്തിനകത്തോട്ട് തിരികെ കയറ്റാൻ, വചനത്തെ തങ്ങൾക്ക് വക്കാലത്ത് പിടിക്കാൻ ചിലർ കഴിക്കുന്ന പരിശ്രമങ്ങൾ കൂടുതൽ ശിക്ഷാവിധിക്ക് കാരണമാകും. അതിന്റെ കൂടെ കൂടരുത്. ജാഗ്രത. മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കട്ടെ. വേദപുസ്തകത്തിലെ ഒരു വാക്യത്തെ തത്വദീക്ഷയില്ലാത്തവർ വലിച്ചെടുത്തുകൊണ്ട് പോയി ദുരുപയോഗിക്കുന്നു. ആത്മവിവശതയെന്ന്. എന്താ ആത്മവിവശത? കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. മൂലകൃതിയിൽ ആത്മാവിലായി എന്ന് തന്നെയാ. ആത്മനിറവിലായി, ആത്മാവിലായി, ആത്മവിവശതയിലായി. കാണുകയും കേൾക്കുകയും എഴുതുകയും ചെയ്യുക. കേൾക്കണേ, ആത്മാവിലായി കാണുകയും കേൾക്കുകയും എഴുതുകയും ചെയ്യുക. ആത്മവിവശതയിൽ രേഖപ്പെടുത്തിയതാണ് വെളിപ്പാട് പുസ്തകം. കാണുകയും കേൾക്കുകയും എഴുതുകയും ചെയ്യുക. അവശതയിൽ ബോധം കെട്ട് കിടക്കുകയല്ല. ഇതെന്നതാ? ആ അനുഗ്രഹിക്കേണ്ട ആത്മീയ അനുഭവത്തെ ഈ കുരുത്തക്കേടിനെ വിശദീകരിക്കാൻ ദുരുപയോഗിച്ചാൽ ദൈവകോടതിയിൽ നിന്ന് വരുന്നത് എന്താണെന്നുള്ളത് ദൈവമേ ഓർക്കുമ്പോൾ ഭയം തോന്നുന്നു. എൻ്റെ സഹോദരങ്ങളോട് കരുണ കാണിക്കണേ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ പുറകെ പോകരുത്. അവരെത്ര വലിയ ക്രൗഡ് പുള്ളേഴ്സ് ആയാലും സ്റ്റാർ വാല്യൂ ഉള്ളവരായാലും ദൈവം ഭൂരിപക്ഷത്തിന് പുറകെ പോകുന്നവനല്ല. വൺ വിത്ത് ഗാഡ് ഈസ് മെജോറിറ്റി. സ്തോത്രം, സ്തോത്രം. എടുക്കുക, അതിലൂടെ അകത്ത് കിടപ്പി. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലവും വഴി വീതിയുള്ളതുമാണ്. അത് കണ്ടെത്തുന്നവർ അനേകരാ.
സ്തോത്രം. ജീവൻ